മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ കണ്ടെത്തിയ എൽസ്റ്റൺ നെടുമ്പാല എസ്റ്റേറ്റുകളിലെ സർവേ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. ഹൈഡ്രോളജിക്കൽ, ജിയോളജിക്കൽ, ഫോട്ടോഗ്രാഫിക്, ഭൂമിശാസ്ത്ര സർവേകൾക്ക് ശേഷം സർക്കാർ സമയപരിധി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വയനാട്ടിൽ പറഞ്ഞു. നിലവിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമിയുടെ വിലനിർണ്ണയ സർവേ ജനുവരി 1 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം എൽസ്റ്റണിലെയും നെടുമ്പാല എസ്റ്റേറ്റിലെ സർവേ ആരംഭിച്ച് 20 ദിവസത്തിനകവും പൂർത്തീകരിക്കും. ഫീൽഡ് പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഭൂമിയുടെ ശാസ്ത്രീയ സ്വഭാവം കണക്കാക്കി പരമാവധി ഭൂമി ഉപയോഗപ്പെടുത്തിയാണ് ടൗൺഷിപ്പ് നിർമ്മാണം നടക്കുക. ഫെബ്രുവരിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് രൂപരേഖ തയ്യാറാക്കാനാവുമെന്നാണ് പ്രതീക്ഷ. നേതൃത്വത്തിലുള്ള സംഘം നോട്ട് ടു ഗോ സോൺ എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി. ആ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ആ വഴിയിലൂടെ കടക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഫേസ് 2 നടപടിക്രമങ്ങൾ നമ്മൾ ഔപചാരികമായിട്ട് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഗവൺമെൻറ് ഉത്തരവ് നാളേക്കുള്ളിൽ ഗവൺമെൻറ് ഉത്തരവ് പുറത്തു വരും. ജനുവരി 21 അത് കഴിഞ്ഞൊരു 8 ദിവസത്തിനുള്ളിൽ DDMA ചേർന്ന്, DDMAക്കാണ് അതിൻ്റെ അധികാരം, കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള DDMA അവർ ആ ലിസ്റ്റ് അല്ലെങ്കിൽ ആ പ്രദേശം അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം സബ് കളക്ടർ DDMAയുടെ മുമ്പാകെ പഞ്ചായത്തും റവന്യൂവും നൽകുന്ന ലിസ്റ്റ് അനുരഞ്ജനം നടത്തി DDMAയുടെ മുമ്പാകെ അവതരിപ്പിക്കും. 10 ദിവസം തുടർന്ന് പരാതി നൽകാൻ വേണ്ടി കൊടുക്കും. ഫെബ്രുവരി 10 രണ്ടാമത്തെ ലിസ്റ്റും പൂർണ്ണമായിട്ട് ഇറങ്ങും. അവലോകന യോഗത്തിന് ശേഷം മന്ത്രി എൽസ്റ്റൺ നെടുമ്പാല എസ്റ്റേറ്റുകൾ റവന്യൂ ഉദ്യോഗസ്ഥർക്കൊപ്പം സന്ദർശിച്ചു. ത്രിതല സംവിധാനമാണ് പുനരധിവാസ പദ്ധതി നടപ്പാക്കാനുണ്ടാവുക. മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കായിരിക്കും പദ്ധതിയുടെ നേതൃത്വം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റ് ഇംപ്ലിമേഷൻ യൂണിറ്റും പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ്, സ്പോൺസർമാർ, മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉപദേശക സമിതി പദ്ധതി നടത്തിപ്പിന്റെ സുതാര്യതയും ഗുണമേന്മയും ഉറപ്പാക്കും. കൈരളി ന്യൂസ്, വയനാട്.